എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീട്ടിൽ ചോറ് വയ്ക്കാൻ അല്ലെങ്കിൽ ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ അരി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ അരി നമ്മൾ പ്രധാനമായിട്ട് ചോറ് വയ്ക്കാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിനല്ലാതെ മറ്റു പല കാര്യങ്ങൾക്ക് നമുക്ക് അരി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അരി കൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ എന്തൊക്കെ ഉപയോഗങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അധികം താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. പലപ്പോഴും മഴയൊക്കെ കൊണ്ട് നമ്മുടെ മൊബൈലൊക്കെ നനയാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിൽ വെള്ളമൊക്കെ ആവാറുണ്ട്. അപ്പോൾ ഈർപ്പം മൊബൈലിലുണ്ടെങ്കിൽ മൊബൈൽ പെട്ടെന്ന് കേടായി പോവും. അപ്പോൾ അതിനുള്ളൊരു പ്രതിവിധി നമുക്ക് നോക്കാം. അപ്പോൾ മൊബൈലിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് അത് നന്നായി തുടച്ച് കളയുക. അതുപോലെ അതിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ ആ കവറൊക്കെ ഒന്ന് മാറ്റി തുടച്ച് കളയുക. എന്നിട്ട് അരിയിൽ കുറച്ച് സമയം മൊബൈൽ മുക്കി വെക്കുകയാണെങ്കിൽ മൊബൈലിലെ ഈർപ്പമൊക്കെ അരി വലിച്ചെടുത്തോളും. മൊബൈൽ നല്ല ഡ്രൈ ആയി കിട്ടും. പിന്നെ മൊബൈൽ കംപ്ലൈൻറ്റ് ആവുന്നുള്ള പേടിയൊന്നും വേണ്ട. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി. അതിനുശേഷം ഇതെടുത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെറുതായിട്ട് മഴ നനഞ്ഞ് നമ്മുടെ മൊബൈൽ നനയുകയോ അല്ലെങ്കിൽ അടുക്കളയിൽ നമ്മൾ നനഞ്ഞ കൈ വെച്ചിട്ട് മൊബൈലിൽ പിടിച്ച് നനയുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മാർഗ്ഗം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ മൊബൈൽ പുറത്തെടുത്ത ശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് പഴയ പോലെ തന്നെ ഫോൺ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് പലപ്പോഴും ഫ്ലാസ്കിനൊക്കെ ഒരു സ്മെല്ല് വരാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സ്റ്റീലിൻ്റെ ഫ്ലാസ്കിലൊക്കെ ചായയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിൽ ഫ്ലാസ്കിലൊരു ബാഡ് സ്മെല്ല് വരും. അപ്പോൾ ആ സ്മെല്ല് കളയാനും ഫ്ലാസ്ക് നന്നായി ക്ലീൻ ചെയ്യാനും നമുക്ക് അരി ഉപയോഗിക്കാം. അതിനായിട്ട് കുറച്ച് അരി നമ്മുടെ ഫ്ലാസ്കിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് മാത്രം മതി, ഒരുപാടൊന്നും വേണ്ട. കുറച്ച് അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഈ ഫ്ലാസ്ക് നന്നായി ഒന്ന് കുലുക്കി കഴുകിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്ലാസ്കിനുള്ളിൽ പൊട്ട മണമൊക്കെ പോവും. അതുപോലെ തന്നെ ഫ്ലാസ്ക് നല്ലോണം ക്ലീനായും വരും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് ഫ്ലാസ്ക് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ മിക്കവർക്കും അറിയാവുന്നതായിരിക്കും. പേപ്പറൊക്കെ ഇട്ട് പലരും ക്ലീൻ ചെയ്യാറുണ്ട്. അതിനേക്കാളും കുറച്ചും കൂടി നല്ലത് അരി ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സോൾട്ട് ഷേക്കറൊക്കെ പലപ്പോഴും അങ്ങനെ വർക്ക് ചെയ്യാറില്ല. ചിലപ്പോഴൊക്കെ ഉപ്പ് അതിൽ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ കുടഞ്ഞിടുമ്പോൾ കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ അതിനും നമുക്ക് അരി ഉപയോഗിച്ച് ഒരു പ്രതിവിധി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഉപ്പിടുന്ന ആ സോൾട്ട് ഷേക്കർ ഒന്ന് തുറക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് അരിമണികൾ ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മാത്രം മതി. എന്നിട്ട് അത് അടച്ചിട്ട് ഒന്ന് കുലുക്കിയ ശേഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഉപ്പൊക്കെ ഈസി ആയിട്ട് വീഴുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഉപ്പൊന്നും അങ്ങനെ കട്ട പിടിച്ച് ഇരിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ പാചകം ചെയ്യുമ്പോൾ എണ്ണയൊക്കെ ചൂടായോ എന്നറിയാനും നമുക്ക് അരി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് 2-3 അരിമണികൾ ആ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് കൊമളച്ച് പൊങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ എണ്ണ നന്നായി ചൂടായി എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ ഈസി ആയിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ മുട്ടയൊക്കെ വാങ്ങുമ്പോൾ ചിലർക്കൊക്കെ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് മടിയായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് അരിയുടെ മുകളിലായിട്ട് മുട്ട സൂക്ഷിച്ച് വെക്കാം. അരി ഇട്ട് വെക്കുന്ന പാത്രത്തിൽ മുട്ട എടുത്ത് വെക്കുകയാണെങ്കിൽ മുട്ട പെട്ടെന്നൊന്നും കേടായി പോവില്ല. പണ്ടത്തെ കാലത്ത് ആളുകളൊക്കെ ഇങ്ങനെയായിരുന്നു മുട്ടയൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നത്. മുട്ടയ്ക്കൊന്നും ഒരു ദോഷവും സംഭവിക്കില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കത്തിയൊക്കെ പെട്ടെന്ന് തുരുമ്പൊക്കെ എടുത്ത് പോവാറുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കുറേ നാളത്തേക്കൊക്കെ മാറി നിൽക്കുകയാണെങ്കിൽ കത്തിക്കൊക്കെ ചിലപ്പോൾ തുരുമ്പൊക്കെ വരും. അതൊഴിവാക്കാനായിട്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് അരി എടുക്കുക. എന്നിട്ട് കത്തി അതുപോലെ തുരുമ്പെടുക്കുന്ന വസ്തുക്കളൊക്കെ അരിയിൽ മുക്കി വെച്ചിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അതിന് തുരുമ്പൊന്നും പറ്റില്ല. വളരെ ക്ലീനായിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴും ഇരിക്കും. അപ്പോൾ അരിയുടെ ഉപയോഗങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.